ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാനതല ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് സഹകരണ ബാങ്കുകളെ കൊള്ള ചെയ്യുന്ന വിഷയത്തിൽ LDFിലും UDFിലും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ പങ്കാളികളാണ്. കരുവന്നൂരിൽ LDF ആണ് അഴിമതി നടത്തിയിട്ടുള്ളതെങ്കിൽ തിരുവനന്തപുരത്ത് കണ്ടലയിൽ അത് നടത്തിയിട്ടുള്ളത് LDF ആണെങ്കിൽ മറ്റ് പുൽപ്പള്ളിയിൽ അത് നടത്തിയിട്ടുള്ളത് UDF ആണ്. മാവേലിക്കരയിൽ അത് നടത്തിയിട്ടുള്ളത് UDF ആണ്. സംസ്ഥാനത്ത് LDFും UDFും മത്സരിച്ച് സഹകരണ കൊള്ള നടത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസപ്പടി കേസിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടു കൂട്ടരും കൂട്ടുപ്രതികളാണ്. പിണറായി വിജയനും മകളും മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള UDF നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അഴിമതി നടത്തിയവരുടെ വേവലാതിയാണ് ഈ ഐക്യപ്പെടലിന് കാരണം. സംസ്ഥാനത്തിപ്പോൾ സംജാതമായിട്ടുള്ള UDF LDF ഐക്യം അഴിമതിക്കാരായിട്ടുള്ള ആളുകളുടെ ഐക്യമാണ്. NDA പോരാടുന്നത് അഴിമതിക്കെതിരെയാണ്. അഴിമതിയാണ് കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് ശക്തമായ പോരാട്ടം അഴിമതിക്കെതിരായി മുന്നോട്ട് കൊണ്ടുപോകും. LDFനെയും UDFനെയും ഈ ഐക്യപ്പെടലിനെയും ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോ വീണാ വിജയന്റെ ഭർത്താവ് കൂടിയായ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് കേരളത്തിൽ ED അന്വേഷണം വന്നാൽ ഭയപ്പെടാനില്ല, അങ്ങനെ തുമ്മിയാത്തെറിക്കുന്ന മൂക്കല്ല എന്നാണ് റിയാസ് പറഞ്ഞത്. അല്ല, ഞങ്ങളാരും തന്നെ മൂക്ക് തെറിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. മൂക്ക് തെറിക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഭർത്താവായാലും ഭാര്യയായാലും മരുമകനായാലും അമ്മായിയപ്പനായാലും ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് അതീതനല്ല എന്നുള്ള കാര്യം. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയെ പോലെ നിയമവാഴ്ച ഇത്രയും ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്നലെ നിങ്ങളെല്ലാവരും ബഹളം വെച്ചിട്ടും ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഒരു കുറ്റവും ചെയ്യാത്ത ആളാണെന്നൊക്കെ വെറുതെ പ്രചരിപ്പിക്കുകയാണ് LDFും UDFും. കുറ്റം ചെയ്തവരെയാണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. കുറ്റം ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ ആരും തുമ്മാനും പോകുന്നില്ല, ആരുടെയും മൂക്ക് തെറിക്കാനും പോകുന്നില്ല. അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും മൂക്ക് തെറിക്കാതിരിക്കുകയും ഇല്ല. ഈ കേരളത്തിലെ ഒരു ധനമന്ത്രി ഇതുപോലെ ED ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാതെ മുങ്ങി നടക്കുകയാണ്. അല്ല, തോമസ് ഐസക്കിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. തോമസ് ഐസക്കിന് എത്ര കാലം നിയമത്തിന് മുമ്പിൽ ഒളിച്ചോടാൻ കഴിയും? നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ച രാജ്യമാണ്. അതുകൊണ്ട് നിയമത്തിന് മുമ്പിൽ ആരും അതീതരല്ല, എല്ലാവരും തുല്യരാണ്. മുഖ്യമന്ത്രി ആയാലും കേന്ദ്രമന്ത്രി ആയാലും ഏത് മന്ത്രിയായാലും ഏത് പ്രതിപക്ഷ നേതാവായാലും പൊതുപ്രവർത്തകനായാലും എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. എല്ലാ പാർട്ടിക്കാരും അക്കാര്യം മനസ്സിലാക്കിയിട്ട് വേണം പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. തോമസ് ഐസക്കിനെ കുറിച്ച് ചോദിച്ച സാഹചര്യത്തിൽ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇന്നലെ അപകടകരമായൊരു പ്രസ്താവന ശ്രീ തോമസ് ഐസക്ക് നടത്തിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഈരാറ്റുപേട്ടയിലെ സംഭവത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രകോപനപരമായൊരു പ്രസ്താവനയാണ് തോമസ് ഐസക്ക് നടത്തിയിരിക്കുന്നത്. ക്രൈസ്തവ സഹോദരന്മാർ അവിടെ കലാപത്തിന് ശ്രമിച്ചു. പള്ളിയിൽ കൂട്ടമണി അടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ കലാപത്തിലേക്ക് നയിക്കാൻ ക്രിസ്ത്യാനികൾ ശ്രമിച്ചു. അവിടെ വൈദികന് പരിക്കൊന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞിരിക്കുന്നത്. അത് തീവ്രവാദികളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ്, തെരഞ്ഞെടുപ്പിൽ രാജ്യദ്രോഹികളുടെ പിന്തുണ സമാഹരിക്കാനാണ്, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFIയെ സഹായിക്കാനാണ് തോമസ് ഐസക്ക് ഇത് പറഞ്ഞിരിക്കുന്നത്. വിനാശകരമായൊരു പ്രസ്താവനയാണ് തോമസ് ഐസക്ക് നടത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയും CPMന്റെ ഔദ്യോഗിക നേതൃത്വവും ഇതാണോ അവരുടെ നിലപാട്? ഈരാറ്റുപേട്ട സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ ഭാഷ്യത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ
ഇപ്പോൾ തോമസ് ഐസക് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് ശരിയായ നിലപാട് ഇതാണോ അല്ലയോ എന്ന്. ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ ഇഡിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാഞ്ഞിട്ടും മുഖ്യമന്ത്രി പതിവില്ലാത്ത രീതിയിൽ CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് സന്തോഷത്തിൽ അതിൽ വേറെ എന്തെങ്കിലും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കള്ളന്മാരെല്ലാവരും വിചാരിക്കുന്നത് വട്ടത്തിൽ കൂടി നിന്നാൽ ആ കള്ളന്മാരും വട്ടത്തിൽ കൂടി നിന്നാൽ രക്ഷപ്പെടുന്നതാണ്. അത് കള്ളന്മാരുടെ ഒരു പൊതു മനസ്ഥിതിയാണ്. നമ്മുടെ നാട്ടിലെ കള്ളന്മാരെല്ലാവരും അങ്ങനെയാണ്. എല്ലാ കള്ളന്മാരും കൂടെ ഒരുമിച്ച് നിന്നാൽ വട്ടത്തിലിരുന്നാൽ ഞങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ധാരണയാണ്. ആര് എവിടെ പോയി യോഗം ചേർന്നാലും എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും നോക്കൂ, നിങ്ങൾ കേരളത്തിൽ ഈ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ എത്രമാത്രം വലിയ രീതിയിലാണ് മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്തത്. ED അന്വേഷണം തടസ്സപ്പെടുത്താൻ വിജിലൻസിനെ ആദ്യം വിടുന്നു, പിന്നെ ക്രൈംബ്രാഞ്ചിനെ വിടുന്നു, പിന്നെ സുപ്രീം കോടതിയിൽ പോകുന്നു, ഫയലുകൾ എടുത്തുകൊണ്ട് പോകുന്നു. ഇത്രയും നീചമായ രീതിയിൽ അന്വേഷണ ഏജൻസികളെ ഭയപ്പെടുത്തുന്ന വേറെ ഏത് സർക്കാരാണുള്ളത്? അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം, ഏജൻസികൾക്കറിയാം. അഴിമതിയുടെ കാര്യത്തിൽ ഈ രണ്ട് കക്ഷികളും രണ്ട് മുന്നണികളും കൈകോർക്കുന്നു. UDF പറയുന്നത്, കോൺഗ്രസ് പറയുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാക്കപ്പെടുന്ന കേസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. എന്റെ പേരിൽ ഒരു കേസുമില്ല. കേസെടുക്കാനില്ല. എന്റെ പേരിൽ ഒരു തരത്തിലും ഒരു അഴിമതി കേസ് എന്റെ പേരിൽ എടുക്കാനില്ല. പിന്നെ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ ഒരു കേസെടുക്കാൻ കഴിയില്ലെന്ന്. അവിടെ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ എന്റെ പേരിൽ കേസെടുക്കും? ആ ഒരു കവർച്ച കേസാണ്. ആ കേസിൽ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ നിയമപരമായ കാര്യങ്ങൾ ഒരു കേസെടുക്കാൻ കഴിയും. എന്റെ പേരിൽ ഒരു കേസ് എടുക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും കഴിയും. അതുകൊണ്ട് അഴിമതിക്കാർ BJP-യിലേക്ക് എത്തിയാൽ പിന്നെ അഴിമതി ഉണ്ടാകുന്നില്ല, അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അത് പ്രതിപക്ഷം എപ്പോഴും പറയുന്ന ഒരു ആരോപണമാണ്. അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ബഹളം. ഞാൻ തന്നെ പറഞ്ഞല്ലോ, കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ. കെജ്രിവാളിനെതിരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് PCC അധ്യക്ഷൻ നൽകിയ കത്ത് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ വേട്ടയാണെന്ന് പറയുന്നത് സ്ഥിരം പതിവാണ്. ഇതൊന്നും ഈ നാട്ടിൽ പലപ്പോഴും കോഴിക്കോട് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ PC നടത്തിയ പ്രസ്താവന, മാഹിക്കെതിരെ നടത്തിയൊരു പ്രസ്താവന, അത് പാർട്ടിയുടെ നിലപാടാണ്. അല്ലല്ല, പാർട്ടിയൊക്കെ അങ്ങനെ നിലപാടില്ല. സ്വർണ്ണക്കടത്ത് കേസിലെ വിമാനത്താവളത്തിലെ അതിലിപ്പം അന്വേഷണം പ്രത്യേക ഘട്ടത്തിലാണല്ലോ. ആ അന്വേഷണത്തിൽ BJP സംസ്ഥാന നേതൃത്വം സാറ്റിസ്ഫൈഡ് ആണ്. ആ അന്വേഷണം അവസാനിച്ചിട്ടില്ല. അത്രേ പറയുന്നത്. ഒരു കേസും അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. ഒരു കേസിലുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. അന്വേഷണം ശരിയായ രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി നടപ്പിലായി കഴിഞ്ഞു. കേരളത്തിൽ മാത്രമേ ഇങ്ങനെ നടപ്പിലാവാതെ ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾ അപേക്ഷിച്ച് പൗരത്വം അപേക്ഷിച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കലക്ടർക്ക് നിങ്ങൾ കൊടുത്തു